ജയമോഹനെ കാണാനാണ് വന്നത്. എന്തിനാ ഇവിടെ വന്നത്? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഡോക്ടർ ബാലാദേവിയാണ്. അറിയാം, എന്നെ നോക്കി ഡോക്ടറല്ലേ. ഇവിടെ വന്നതിൽ അത്ഭുതം തോന്നുന്നു. ഇത്തരത്തിലൊരു സ്ത്രീയായിട്ട് അന്ന് കണ്ടപ്പോ തോന്നിയിരുന്നില്ല. അമ്മേ, എനിക്കൊരു കേസുണ്ട്, ഞാൻ അതിന് വന്നതാ. ഡോക്ടർ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അമ്മേ, എനിക്കൊരു കപ്പ് കാപ്പി വേണം. ഡോക്ടർ ബാലയ്ക്കും വേണം. ഞാൻ കാപ്പി കുടിച്ചതാണ്. സാരമില്ല, ഒരു കപ്പ് കൂടാവും. വരും. സുമിത്ര പറഞ്ഞറിഞ്ഞു കേസിന്റെ വിവരങ്ങളല്ല. ബാലയുടെ കേസ് വാദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാപ്പി കഴിക്കും. ഞാൻ കേസ് പിടിക്കാൻ ഓടി നടക്കുന്ന ഒരു പറട്ട വക്കീലൊന്നുമല്ല. എനിക്ക് ഏജന്റുമാരുമില്ല. സാമാന്യം ഭേദപ്പെട്ട ഒരു അഡ്വക്കേറ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. അറിയാം. എങ്ങനെ അറിയാം? ഒരു കേസിന്റെ കാര്യം അറിയാം. ബേബി എന്നൊരു സ്ത്രീ തന്റെ കുട്ടിക്ക് ചിലവിന് കിട്ടാൻ വേണ്ടി കേസ് കൊടുത്തു. സാറ് ആ കൊച്ചു മുതലാളിയുടെ വക്കാലത്ത് പിടിച്ചിട്ട് ആ പാവപ്പെട്ട സ്ത്രീക്കെതിരായി വിധി എഴുതിച്ചു. ക്ഷമിക്കണം, ആ സാമർഥ്യത്തോട് എനിക്ക് ബഹുമാനം തോന്നിയില്ല. ഞാനൊരു സത്യാന്വേഷകനല്ല ഡോക്ടർ ബാലാദേവി. പാവപ്പെട്ടവരെ ഉദ്ധരിക്കാമെന്ന് കരാറേറ്റിട്ടുള്ള രാഷ്ട്രീയക്കാരനുമല്ല. ഞാനൊരു അഡ്വക്കേറ്റാണ്. എനിക്ക് വക്കാലത്ത് തരുന്ന കക്ഷികളോടാണ് എന്റെ സത്യസന്ധത. അവർ തരുന്ന കേസ് ആത്മാർത്ഥമായി വാദിക്കുക എന്നതാണ് എന്റെ നീതിബോധം. ഡോക്ടർ ബാലാദേവി നിരപരാധിയായതുകൊണ്ടല്ല കേസ് വാദിക്കണമെന്ന് തോന്നുന്നു. പിന്നെ അത് കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. തൽക്കാലം എന്നെ ക്ലോസ് ചെയ്യണ്ട. നിങ്ങൾ ദുഃഖിക്കുന്നതിൽ എനിക്ക് വിഷമമുള്ളതുകൊണ്ട് നിങ്ങളുടെ കേസ് വാദിക്കണമെന്ന് തോന്നി. കേസിൽ നിന്ന് രക്ഷ കിട്ടിയാലും എന്റെ ദുഃഖം തീരുകയില്ല. ശുഭ എന്റെ സഹോദരൻ വിവാഹം കഴിക്കാനുള്ള കുട്ടിയാണ്. ഈ ദുഃഖത്തിന് ഇപ്പോഴേ പരിഹാരം ഉണ്ടാക്കിയേക്കാം. ഉദ്ദേശിച്ചാലും കൂടുതൽ വഷളനാണ് ഞാനെന്ന് ബാലയ്ക്ക് തോന്നാം. എന്നാലും വിരോധമില്ല. തിലകന്റെ കാമുകി എന്റെയും കാമുകിയായിരുന്നു. മിസ്റ്റർ ജയമോഹൻ, ശുഭ എന്റെ സഹോദരന്റെ കാമുകയായതുകൊണ്ടാണോ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ആക്ഷേപിക്കുകയല്ല. ഡോക്ടർ ബാലാദേവിയുടെ സഹോദരൻ ഒരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് പറ്റിപ്പോയ പ്രേമമാണ്. അല്പം കൂടെ തെളിച്ചു പറയും. അവൾ എന്റെ കൂടെ ഒരേ കിടക്കയിൽ ഒരുമിച്ച് കിടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ഇനിയും വിശദീകരണം വേണം. അവളുടെ മരണം നിർഭാഗ്യമല്ല, ഭാഗ്യമാണ്. വിശ്വാസം വരുന്നില്ല അല്ലേ? അന്ന് പാർക്കിനടുത്ത് വെച്ച് ഞാൻ ബാലയ്ക്ക് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്ത് ഓർമ്മയുണ്ടോ? അന്ന് അവളവിടെ വന്നിരുന്നു. യാദൃച്ഛികമായി കുറച്ചകലെ നിൽക്കുന്ന എന്നെ കണ്ട് ഉടൻ തിരിച്ചു. അല്ലെങ്കിൽ ബാലാദേവിക്ക് അന്ന് തന്നെ മനസ്സിലാകുമായിരുന്നു. അവളുടെ അച്ഛന് നെഞ്ചുവേദനയായിരുന്നതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. സംശയിക്കണ്ട. കോടതിക്ക് പുറത്ത് ഞാൻ കള്ളം പറയാറില്ല. ഇരിക്കും. ഈ വക്കാലത്ത് ഒപ്പിട്ട് വരും. ഇനി പോവാം. ഫീസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് സമയമുണ്ടല്ലോ. ഇപ്പൊ വേണ്ട. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇവിടം വരെ വരേണ്ടി വരും. ദുരുദ്ദേശമൊന്നുമില്ല. എനിക്ക് കേസ് പഠിക്കണം. കാർഡിയാക് അറസ്റ്റ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി,
ഈ വക കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പഠിപ്പിച്ചാൽ കേസിന്റെ കാര്യത്തിനാ